ഹായ്, സ്വറൂപയാണ്. നമ്മളൊക്കെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫസ്റ്റ് കേട്ട ന്യൂസ് ഒരു ആക്സിഡൻറ്റ് ന്യൂസ് ആയിരിക്കും. നമ്മളെ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ കർണാടകയിലേക്ക് പോയ നമ്മളെ KSRTCൻ്റെ ബസ് ആക്സിഡൻ്റ് ആയിട്ട് 2 ആൾ മരിച്ച്. ഇതിൻ്റെ മെയിൻ കാരണം പറയുന്നത് ഉറക്കമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഷെഡ്യൂൾഡ് അല്ലാത്ത ഡ്യൂട്ടി ഉണ്ട്. ഇതിന് മുമ്പ് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഡ്രൈവർ കം കണ്ടക്ടർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ബാംഗ്ലൂരിലേക്കൊന്നും അതിൻ്റെ ആവശ്യമില്ലെങ്കിലും കൂടിയിട്ട് ഉള്ള ഒരാളാണെങ്കിൽ ആ ഒരാൾ ഡ്രൈവറാണെങ്കിൽ അയാൾക്ക് മര്യാദക്ക് ഉറങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള KSRTC ആണെങ്കിലും അവിടുന്ന് ഇങ്ങോട്ടുള്ള KSRTC ആണെങ്കിലും ശരിക്കും ഇവർക്ക് ഉറങ്ങാനുള്ള ഒരു സംവിധാനം അവിടെ എത്തിയിട്ടില്ല. ഇവിടുന്ന് രാത്രി പോയിട്ട് രാവിലെ അവിടെ എത്തിയിട്ട് അവർക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങാനുള്ളൊരു സംവിധാനം ഇല്ല. അവിടുന്ന് ഇവിടേക്ക് വരുന്ന വണ്ടീൻ്റെ അങ്ങനെ തന്നെയാണ് കണ്ടത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പിന്നെ നമ്മുടെ ലഗേജ് ബോക്സിൽ ഒരു ഡ്രൈവർ കിടന്നുറങ്ങുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളെ അധികാരപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടീൻ്റെ ഡ്രൈവേഴ്സിനാണെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഡ്രൈവേഴ്സിനാണെങ്കിലും നല്ല രീതിക്ക് കിടന്നുറങ്ങാനുള്ളൊരു സംവിധാനമാക്കി കൊടുക്കുക. ഈ KSRTCൻ്റെ കേസിൽ മാത്രമല്ല, നമ്മളൊക്കെ സ്ഥിരമായിട്ട് ലോങ് റൂട്ട് പോകുന്നതാണ്. നമ്മളൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നൈറ്റ് സർവീസ് പ്രൈവറ്റ് ബസ്സുകളാണ്. എന്താ വെച്ചാൽ ഓരോക്കെ വന്നിട്ട് ഓരോ ഓഫീസുകളിൽ അല്ലാത്ത സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടാണ് പോകുന്നത്. അവിടുത്തൊക്കെ അധികവും ഷെഡ്യൂൾഡ് ആയിട്ടാണ് പോകുന്നത്. അല്ലാത്തത് അപകടം പറ്റുന്നില്ല എന്നല്ല, മാക്സിമം അവിടുത്തെ അങ്ങനത്തെ ലെവലിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഈ ബസ്സിൻ്റെ സർവീസ് മാത്രമല്ല, നമ്മളൊക്കെ നാട്ടിലുള്ള ടാക്സിക്കാർ, നമ്മളൊക്കെ ഒരു ടാക്സി ഫീൽഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ടാക്സിക്കാർക്ക് പകുതി സ്ഥലത്ത് പോയാൽ അത്രയും ദൂരം ഓടിയിട്ട് നമ്മളെ ഗസ്റ്റുകളെയും കൊണ്ട് പോയിട്ട് റിസോർട്ടുകളിൽ ബാക്കിയുള്ള ഹോട്ടൽസിലൊന്നും പോയിട്ട് പകൽ ഫുള്ളായിട്ട് കറങ്ങി ആൾക്കാരെ കാണേണ്ട സ്ഥലങ്ങൾ കാണിച്ച് രാത്രി റെസ്റ്റ് എടുക്കേണ്ട ടൈമാകുമ്പം മര്യാദക്ക് റൂം ഉണ്ടാവില്ല, വാഷ്റൂം ഉണ്ടാവില്ല, കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതും ദയവ് ചെയ്തിട്ട് നമ്മളെ അധികാരികളിലേക്കൊന്ന് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ ടാക്സി ഡ്രൈവർമാർ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. രാത്രി ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ ഗസ്റ്റുകൾ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഇവർ അത്രയും ടൈം വണ്ടി ഓട്ടി വന്നിട്ട് പിറ്റേന്ന് രാവിലെ പിന്നെയും ഓടാനുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് മര്യാദയ്ക്ക് ഒരു റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമില്ല, അതിനുള്ള സംവിധാനം നമ്മളെ നാട്ടിലില്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇത് ഒന്ന് അധികാരികളെ അടുത്തേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.